ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. അതിനുള്ള ഒരുക്ക ദിനമായി നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ ഇന്നോളം ചെയ്തിട്ടുണ്ട്. അനേകം മിറക്കിളുകൾ. ഇന്നലെ ടീൻസ് ധ്യാനത്തിന്റെ സമയത്ത് ഈ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഇഷ്ടമാണ്? അപ്പോൾ അവർ എന്നോട് പറയാണ്, എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നാളുകളിൽ പ്രത്യേകിച്ച് അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് നമ്മളെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എത്രയോ വലുതാണ് എന്ന്. അപ്പം നമുക്ക് ഈ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നൽകുന്ന സന്ദേശം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ഞാൻ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. പ്രതിഷ്ഠാ വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠയാവുകയില്ല, പ്രവൃത്തി കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു. ഞാൻ വ്യക്തമാക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളാണ് നിങ്ങളുടെ ആത്മാവിന്റെ ജനാലകൾ. പ്രവൃത്തിയിലൂടെയുള്ള സമർപ്പണം ഈ ജനാല തുറക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഒരു സ്ഫടികമാണ്. ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന വിധത്തിൽ ദൈവം തന്നെയാണ് ആത്മാവിന് രൂപവും ഭാവവും നൽകിയത്. സ്ഫടികത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവമഹത്വം പ്രതിഫലിപ്പിക്കില്ല. അശുദ്ധി മാറ്റി ആത്മാവിന് ശുദ്ധി കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന എല്ലാ അശുദ്ധിയും അലിയിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ പരിശുദ്ധത്വത്തെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിലേക്ക് ദൈവികമായ സാന്നിധ്യം പ്രതിഫലിപ്പിക്കാൻ മാത്രമേ എൻ്റെ ഹൃദയത്തിന് കഴിയുകയുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കൂ. ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. ദൈവത്തെ മാത്രം പ്രതിഫലിപ്പിക്കുവിൻ. വഴികാട്ടി. നമ്മുടെ അമ്മയുടെ ദൗത്യം മഹത്തായ വിജയമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൗത്യം ആരംഭിക്കുന്നത് തന്നെ നാം മാതാവിൻ്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ്. നാം പ്രതിഷ്ഠിക്കുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള മാതാവിൻ്റെ വിളി നാം സ്വീകരിക്കുന്നു. നമ്മിൽ തന്നെയും ലോകത്തിന് സമാധാനം സ്ഥാപിക്കാനുള്ള ക്ഷണം നാം ഏറ്റെടുക്കുന്നു. ഈ ക്ഷണം വ്യക്തിപരമായ മാറ്റത്തിനുള്ളതാണ്. ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും. ദൈവം നമ്മിലും നമ്മിലൂടെയും പ്രവർത്തിക്കാൻ ഈ മാറ്റം സഹായിക്കുന്നു. അമ്മ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിഷ്ഠ ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തി ഇതാണ്: നമ്മുടെ ഹൃദയങ്ങളെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ അവിടുത്തെ പുത്രനുമായി നാം ബന്ധിക്കുന്നു. ഈ സംയോജനം പ്രത്യേകമായി നൽകപ്പെടുന്ന പ്രസാദവരത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പ്രവൃത്തിപഥം. പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടിക്കുന്നത്. ഈ ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു. ദൈവത്തോട് നാം ഒന്നായി ചേരുന്നു. പ്രാർത്ഥനയിലൂടെ എല്ലാ അശുദ്ധിയും ദൈവത്തിലേക്ക് കൈമാറ്റപ്പെടുന്നു. ദൈവം അവയെ മാറ്റി ശുദ്ധമാക്കുന്നു. ആത്മാവിൽ സമാധാനം ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യത്തിൽ അത് നിറയപ്പെടുമ്പോഴാണ്. ആദ്യമായി നാം ദൈവവുമായി ഐക്യപ്പെടണം. അപ്പോൾ നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, എൻ്റെ ആത്മാവിന് ജനാല തുറക്കപ്പെടുവാനും ആത്മാവ് നിർമ്മലമാകുവാനും എന്നെ സഹായിക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ അശുദ്ധിയെല്ലാം മാറ്റിക്കളയണമേ. എൻ്റെ മാനസാന്തരവും സമർപ്പണവും സാക്ഷ്യവും വഴി ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹമുള്ള അമ്മേ, ഞാനിപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകളെല്ലാം ഫലമണിയട്ടെ. എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. അമ്മയുടെ മഹത്തായ വിജയത്തിൻ്റെ അടയാളമായി അത് ലോകത്തിൽ കാണപ്പെടട്ടെ. ആമേൻ. ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. പിന്നെയോ അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെയായിരിക്കും. നമുക്കൊരുമിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അടിസ്ഥാന പ്രാർത്ഥനകൾ ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടേതും. എന്നെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മരത്തിന് വചിച്ചു. പരിശുദ്ധാത്മാവിനെ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന് മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉമ്മയുടെ ഹൃദയ പ്രതിഷ്ഠയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് 7 പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മളെല്ലാ ദിവസവും ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന 7 പുണ്യങ്ങൾ നിറയപ്പെടാൻ വേണ്ടി. പരിശുദ്ധ മാതാവെ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാരെ പോലെ എപ്പോഴും നയിക്കുക. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, അതിനുമേ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാരെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നയിക്കുക. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാലെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നയിക്കൂ. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ.
പരിശുദ്ധ ദൈവമാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ഈ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവെ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ദൈവത്തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധ പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപകാരമായി അതിനെ പിതാവത്യത്തിൽ നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയങ്ങൾ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ. മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവിനെ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും വൈകുന്നേരം ഇതേ സമയത്ത് നമ്മുടെ ഹൃദയപ്രതിഷ്ഠ നമ്മൾ ചൊല്ലുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അറിയും, ഹൃദയപ്രതിഷ്ഠയിൽ മക്കളില്ലാത്ത ദമ്പതികൾ, ജോലി നഷ്ടപ്പെടുക, 2 പേരെ നിയോഗം വെച്ചാണ് നമ്മൾ ഈ 31 ദിവസവും പ്രാർത്ഥിക്കുക. കർത്താവ് അവരുടെ എല്ലാം ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.